ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തു. ഖലീഫ ഈസ് എ ഹൈലി ആന്റിസിപ്പേറ്റഡ് മലയാളം ആക്ഷൻ ത്രില്ലർ സ്റ്റാറിംഗ് പൃഥ്വിരാജ് സുകുമാരൻ, ഡയറക്റ്റഡ് ബൈ വൈശാഖിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആരാണ്. പുലിമുരുകന്റെ ഡയറക്ടറാണ് വൈശാഖ്. പുലിമുരുകൻ ലാലേട്ടന്റെ പുലിമുരുകനും തോപ്പിൽ ജോപ്പനും മമ്മൂക്കയുടെ തോപ്പിൽ ജോപ്പനും ഒരുമിച്ചാണ് റിലീസ് ചെയ്തത്. അന്ന് എന്തുമാത്രം ഓളമാണ് മമ്മൂക്കയുടെ തോപ്പിൽ ജോപ്പനുണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഓളം ഉണ്ടാക്കാൻ പോലും ഒരു ഓളം കൊടുക്കാതെ ലാലേട്ടനെ അടിച്ച് കലക്കി തിരിച്ച് മറിച്ച് ഉടച്ചു വിട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. അതെന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ക്ലാഷ് സംഭവിച്ചതെന്ന് ഇപ്പോഴും മലയാള സിനിമയ്ക്ക് തീരാത്ത ഒരു വേദനയാണ്. എന്തിനായിരിക്കും ആ ക്ലാഷ്? എന്തറിഞ്ഞിട്ടായിരിക്കും ആ ക്ലാഷ്? ആ ജോണർ വ്യത്യാസത്തിലെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാമായിരുന്നു തോപ്പിൽ ജോപ്പൻ. ആൻഡ് പുലിമുരുകൻ 100 കോടികളും ആൻഡ് വൻ റിവ്യൂസുകളും ആൻഡ് മലയാള സിനിമയിൽ ഇതുപോലെ ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ള പോസിറ്റീവ് റിവ്യൂസുകളും ആർട്ടിക്കിൾസും കമൻറ്റും കാര്യങ്ങളുമായിട്ട് അയ്യര് കളിയായിരുന്നു തിയേറ്റർ മൊത്തം. ആൻഡ് ടു ബി ഓണസ്റ്റ്, എനിക്ക് പുലിമുരുകൻ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല, FDFs കാണാൻ പറ്റിയില്ല ഗൈസ്. അന്ന് ലില്ലി ടീച്ചർ, ഞാൻ +2 പഠിച്ചപ്പോൾ വെങ്ങാനൂർ സ്കൂളിൽ ലില്ലി ടീച്ചർ എന്നെ 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് എക്സാം ഉണ്ട്, വന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വാപ്പായെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വാപ്പായെ വിളിച്ചുകൊണ്ട് പോകാൻ മടിച്ചിട്ട് ഞാൻ ആ FDFs മിസ്സാക്കി. പക്ഷെ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നടാവേ എൻ്റെ കിളിയൊക്കെ പാറി. കാരണം എന്നെ നിങ്ങൾ നന്നായിട്ട് അറിയാം, FDFs എല്ലാ സിനിമകളും കാണാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അത്രയും നല്ലൊരു പടം, അതും ലാലേട്ടൻ്റെ പടം, അത് ഇമാതിരി ഒരു പടം, FDFs. എന്നിട്ട് പൈമാരൊക്കെ പറഞ്ഞു അവിടെ പോയിട്ട് എൻജോയ് ചെയ്തു, ഇതാണ് അതാണ് എന്നൊക്കെ എന്ന്. ബട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാര്യം എന്താണ്? ആ വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകവേഷത്തിലെന്ന പുതിയ ചിത്രമാണ് ഖലീഫ. അപ്പോൾ ഖലീഫ എന്താണ്, ഏതാണ് ഖലീഫ? ആൻഡ് ഖലീഫയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ജിനു എബ്രഹാം ആണ്. ജിനു എബ്രഹാം നിങ്ങൾക്കറിയാം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ടൊവിനോയുടെ സിനിമ, കടുവ, ആദം ജോൺ, ഇതൊക്കെ പൃഥ്വിരാജിന്റെ സിനിമയാണ്. ഈ സിനിമയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ജിനു എബ്രഹാമാണ്. ആൻഡ് ഈ മ്യൂസിക് ഈ സിനിമയിൽ ചെയ്യുന്നത് ജെയ്ക്സ് ബിജോയാണ്. നമ്മളെ ഈ കോർ ടോപ്പിക് എന്തെന്ന് വെച്ചാൽ മമ്പറക്കൽ അഹമ്മദ് അലിയാണ്. ഗൈസ്, ഉള്ളത് പറയാമല്ലോ, എല്ലാവരും ലാലേട്ടനെ യൂസ് ചെയ്യുകയാണ്, ലാലേട്ടനെ വെച്ച് പ്രൊമോഷൻ ചെയ്യുകയാണ്, ലാലേട്ടനെ ഒരു ക്യാമിയോയിൽ വിളിക്കുക, അല്ലെങ്കിൽ ലാലേട്ടനെ സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പേരിൽ ഒരു പോസ്റ്റർ അടിച്ചിറക്കുക, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പേരിൽ ഒരു ഗ്ലിംസിൽ ഒരു സൗണ്ട് കുത്തി കയറ്റുക. മൊത്തം ലാലേട്ടന്മയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒരു പടം ഹിറ്റാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പടം ഹൈപ്പാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പടം റീച്ചാക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ്റെ പേര് പരമാവധി മോളിവുഡ് ഇൻഡസ്ട്രി മലയാള സിനിമ യൂസ് ചെയ്യാണ്. സത്യം പറയാലോ, അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഗൈസ്, എന്താണ് വീഡിയോ എന്നല്ലേ? ഖലീഫയുടെ ആദ്യ ഗ്ലിംസ് എന്ന് പറഞ്ഞ് ദ ബ്ലഡ് ലൈൻ എന്നൊരു വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ലണ്ടൻ ബേസ്ഡ് സ്റ്റൺസും ആക്ഷൻ സീക്വൻസും ഒക്കെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്ദ്രൻസും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻസ് ആ ഗ്ലിംസിൽ, അതായത് ബ്ലഡ് ലൈൻ എന്ന ഗ്ലിംസിൽ പറഞ്ഞ കുറച്ച് റോളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുക. ഈ സിനിമ ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. ഇരുട്ടാട്ട് കാണുന്നത് കോഫി പോസ്റ്റർ. ഈ മ്യൂസിക് ജെയ്ക്സ് ബിജിയുടെ പണ്ണലായിരുന്നു. കഥ എങ്ങനെയാണ് ഉണ്ടായത് പറയൂ. അതാണ് ആള്.
അഹമ്മദ് അലി, അമർ അലി, പൃഥ്വിരാജ്. ഇത് ചമൻ ചാക്കോയാണ് ഫിലിം എഡിറ്റർ. ഇപ്പം ചമൻ ചാക്കോയുടെ കളിയാണ് ഇപ്പം ഞാനിപ്പോ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഗൈസ്, മോഹൻലാൽ, ലാലേട്ടനാണ് ഗൈസ് സിനിമ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ സിനിമയിൽ നിങ്ങളിപ്പോ ഈ ഗ്ലിംസ് കണ്ടല്ലോ, ഗ്ലിംസിൽ പറയുന്നത് മമ്പറക്കൽ അഹമ്മദ് അലി ആ ഒരു ബിൽഡപ്പ് പറയുന്നുണ്ട്. മമ്പറക്കൽ അഹമ്മദ് അലി തൊടാൻ പറ്റിയില്ല, വിടാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇന്ദ്രൻസ് പറയുന്നുണ്ട്. ഈ മമ്പറക്കൽ അഹമ്മദ് അലി ആരാണെന്നാണ് പൃഥ്വിരാജ് ഇപ്പോ ഒഫീഷ്യൽ പോസ്റ്റിലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിട്ടുള്ളത്. എന്താണ് മമ്പറക്കൽ അഹമ്മദ് അലി? മോഹൻലാൽ ഖലീഫ എന്ന സിനിമയിലുണ്ട്. അതായത് ഖലീഫ 2 പാർട്ടായിട്ടുണ്ട്. പാർട്ട് 1 ഹിസ് ഇൻട്രോ, പാർട്ട് 2 ഹിസ് റെയിൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്ന് തന്നെ മനസ്സിലാക്കാം. പാർട്ട് 1 ദി ഇൻട്രോ, ഖലീഫ മമ്പറക്കൽ അഹമ്മദ് അലി പൃഥ്വിരാജിന്റെ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ക്യാമിയോ എന്ന പോലെ മമ്പറക്കൽ അഹമ്മദ് അലി, അതായത് മമ്പറക്കൽ അഹമ്മദ് അലിയുടെ പേരക്കുട്ടിയാണ് ആമർ അലി, അതായത് പൃഥ്വിരാജ്. അപ്പൊ ഉപ്പാപ്പയല്ലേ, ഉപ്പാപ്പേന്റെ പേരക്കുട്ടിയാകുമ്പോ ഉപ്പാപ്പേന്റെ ഉപ്പയാണ് മമ്പറക്കൽ അഹമ്മദ് അലി. അപ്പോ പൃഥ്വിരാജ് ഈ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു ഫ്ലാഷ് ബാക്കിലോ അങ്ങ് ലാലേട്ടനെ വൈശാഖേട്ടൻ അങ്ങ് ഇറക്കി വിടും സിനിമയിൽ. ആ ഒരു 10-15 മിനിറ്റ് വെച്ചായിരിക്കും ഇവർ സിനിമ പിടിക്കാൻ പോകുന്നത്. അതായത് മൊത്ത പ്രൊമോഷന് അല്ലെങ്കിൽ മൊത്ത സിനിമയുടെ ഹൈപ്പ് അല്ലെങ്കിൽ മൊത്ത സിനിമയുടെ വെർഡിക്റ്റ് അല്ലെങ്കിൽ മൊത്ത സിനിമയുടെ ബിസിനസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ലാലേട്ടൻ എന്ന ഒറ്റ പേരിലായിരിക്കും അവർ പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ ലാലേട്ടൻ തന്നെ വീണ്ടും അവർ വിളിക്കും. നിങ്ങൾ നോക്കണം, ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും അതിന് വേറെ അഭിനയിക്കാനായിട്ട് വേറെ നായകന്മാരൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അത്രയും പവർഫുൾ ക്യാരക്ടർ ആയതുകൊണ്ട് ലാലേട്ടന് കൊടുത്തായിരിക്കും. പവർഫുൾ ക്യാരക്ടറൊക്കെ ആയിരിക്കാം, പക്ഷെ ലാലേട്ടന് കൊടുത്തതിന് ഒറ്റ യൂസേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഒറ്റ മോട്ടീവേ ഉള്ളൂ, പടം കയറി കൊളുത്തണമെങ്കിൽ ലാലേട്ടന്റെ പേര് എങ്ങനെയെങ്കിലും സിനിമയിൽ വരണം. ഇപ്പൊ ഞാൻ ഇതിന് പല ഉദാഹരണത്തിലുള്ള ബബ്ബബ്ബ, ദിലീപേട്ടന്റെ ബബ്ബബ്ബയിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് എന്ന പോലെ ലാലേട്ടൻ ഉണ്ടെന്ന് ലാലേട്ടന് ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനും അത് സമ്മതിച്ചാണ് ഞാൻ സിനിമയിലൊക്കെ ഉണ്ടെന്ന്. അതൊരു മാഡ്നസ് ഫിലിമാണ്, ലോജിക്കൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി പടമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഖലീഫയിലും അത് തന്നെയാണ്. ഇപ്പൊ പൃഥ്വിരാജ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് മമ്പറക്കൽ അഹമ്മദ് അലിയാസ് മോഹൻലാൽ ആസ് മമ്പറക്കൽ അഹമ്മദ് അലി, ഹിസ് ബിഫോർ ഗോൾഡ് ദർ വാസ് ബ്ലഡ്, ഗോൾഡിന് മുമ്പ് അവിടെ ചോരയായിരുന്നു. പിന്നെ ഇൻട്രോ 2 പാർട്ട് ഖലീഫ ഉണ്ടെന്ന് പറയുന്നു കാര്യങ്ങളും. ഇനി സെക്കൻഡ് പാർട്ട് ഇനിയിപ്പം മോഹൻലാലിന് വേണ്ടിയിട്ട് മാത്രം ഇറക്കി കൊടുക്കുവാണെന്നും അറിഞ്ഞില്ല. പക്ഷെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ലാലേട്ടനെ കൊണ്ട് പടത്തിനെ വിൽക്കുക, പ്രൊമോട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഞാൻ ഇത് നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾ ബബ്ബബ്ബ സിനിമയെ ആലോചിച്ചാൽ മതി. ദിലീപേട്ടന്റെ ഒറ്റ പേരിലല്ല ഈ സിനിമ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്നത്. ദിലീപേട്ടന്റെ ഒറ്റ പേരിലല്ല, ലാലേട്ടന്റെ പേര് വന്നതിന് ശേഷമാണ് ഈ ബബ്ബബ്ബ ഹൈപ്പ് കയറുന്നത്. അതുവരെ ചുമ്മാ നോർമൽ പടം പോലെ ഇരുന്നത്. ലാലേട്ടന്റെ സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ വന്ന് ആ തളപതി വിജയുടെ ഗില്ലി റെഫറൻസ് ഉണ്ട്, ആ ഹാപ്പി ബർത്ത്ഡേ വിഷ് തളപതി വിജയുടെ ബർത്ത്ഡേ വിഷ് ടീം പോസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വന്നപ്പോഴാണ്, ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ ഓരോ എന്താ പറയുക ഹൈപ്പും പ്രൊമോഷനും എല്ലാവരുടെ ഓരോ ക്രൈസും എല്ലാവർക്കും കൂടിയത്. അതിന് മുമ്പ് ഒരു ബബ്ബബ്ബ ഒരു നോർമൽ പടം തന്നെയായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്പെഷ്യൽ അപ്പിയറൻസ് ലാലേട്ടന്റെ ഉണ്ടെന്നറിഞ്ഞ ശേഷമാണ് ഇത്രയും ഹൈപ്പൊക്കെ സിനിമയിൽ വന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഖലീഫ വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്, ജിനു എബ്രഹാമാണ് സ്ക്രിപ്റ്റ് റൈറ്റർ, ആൻഡ് ജേക്സ് ബിജിയോ ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത്, ആൻഡ് ജോമോൻ ടി ജോൻ ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ജോമോൻ ടി ജോമോൻ അറിയാം, മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ എല്ലാ ഭാഷകളിലും സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത്. എന്നതിന്റെ മൊയ്തീൻ, ചാർലി, കിങ്ഡം, പിന്നെ ഒരുപാട് സിനിമ, എനനോക്കി പായും തോട്ട്, ഇപ്പൊ ഇറങ്ങാത്തൊരു സിനിമ ഉണ്ട് ധ്രുവനക്ഷത്രം. ഇങ്ങനെ ഈ സിനിമകളൊക്കെ DOP ചെയ്യുന്നത് ജോമോൻ ടി ജാക്കോ തന്നെയാണ്.
പിന്നെ ഈ സിനിമയുടെ എഡിറ്റർ ചമൻ ചാക്കയാണ് ഇപ്പം എല്ലാ സിനിമയിലും ഇപ്പം മെജോറിറ്റി സിനിമകളിലൊക്കെ ചമൻ ചാക്ക. ഇപ്പോൾ ഇന്ന് തന്നെ പുതിയൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റർ റിലീസ് ചെയ്തു. സന്ദീപ് പ്രദീപിന്റെ കോസ്മിക് സാംസൺ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ എനിക്കൊരു മിന്നൽ യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയായിരിക്കും, മിന്നൽ മുരളി യൂണിവേഴ്സിൽ വരുന്നത്. അപ്പൊ മലയാളത്തിലും യൂണിവേഴ്സൊക്കെ വരട്ടെ എന്ന് തന്നെയാണ് നോക്കുന്നത്. പുറത്താണെങ്കിൽ കണ്ട തുടങ്ങിയിട്ടുണ്ട്. LDF, UDF, BJP ബൈക്ക് റാലി സൗണ്ട് കേൾക്കുന്ന കണ്ട ചെവി അടച്ചിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്, ഉള്ളത് പറയാലോ. അതുകൊണ്ടാണ് ഒച്ചത്തി ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, സൗണ്ട് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചുമ്മാ പൈമാർക്ക് പെട്രോളും അടിച്ചു കൊടുത്ത് ബൈക്കും കൊടുത്ത് കട സൗണ്ട് അടിപ്പിച്ചു കൊണ്ടുവരികയാണ് അവർ ഗൈസ്. അപ്പോൾ ഖലീഫ എന്ന സിനിമ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് സിനിമയായിട്ടാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് പല കാലഘട്ടത്തിലായിട്ട് ഗോൾഡ് സ്മഗ്ലിംഗ് നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറി എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൽ ഇന്റൻസ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഉണ്ടാവും. പിന്നെ ഒരുപാട് ചോരപ്പുഴയുള്ള ലണ്ടനിലുള്ള ഫൈറ്റുകളും കാര്യങ്ങളും ഉണ്ടാവും എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓണം 2026 റിലീസായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ സിനിമയിൽ കൂടാതെ തന്നെ ലാലേട്ടനാണ് ഇപ്പോൾ വന്ന ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് അവർക്ക് വന്നത് ലാലേട്ടനാണ്. മമ്പറക്കൽ അഹമ്മദ് അലി പുള്ളിയുടെ പേരക്കുട്ടിയാണ് ആമിർ അലി പൃഥ്വിരാജ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ കോംബോ ഇനി ഉണ്ടാവുമോ ഇല്ലാവുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. പക്ഷെ മലയാള സിനിമയിൽ ഇപ്പം ലാലേട്ടൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നിയിരിക്കുന്നത് മുമ്പേ ഉണ്ട്. എന്നിരുന്നാൽ ഇപ്പൊ സിനിമയിൽ സജീവമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിനിമയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിനിമ നല്ലതായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ആവാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ലാലേട്ടൻ എങ്ങനെയെങ്കിലും ലാലേട്ടന്റെ പേര് കുത്തികയറ്റി ലാലേട്ടൻ ഉണ്ട്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഡാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു പാട്ടുണ്ട് എന്ന്. ഇപ്പൊ സെയിം സാധനം തന്നെയാണ് ബബ്ബയിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബബ്ബ ടീസറും കാര്യങ്ങളും ഇറങ്ങുമ്പോൾ ഒന്നും നോർമൽ ഹൈപ്പ് തന്നെയായിരുന്നു, വൺ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്ന് തൊട്ട് സ്പെഷ്യൽ അപ്പിയറൻസിൽ ലാലേട്ടൻ വരുന്നു, അല്ലെങ്കിൽ ലാലേട്ടൻ ഉണ്ട്. ഈവൻ ബിഗ് ബോസിന്റെ ഷൂട്ടൊക്കെ നടന്നപ്പോൾ പോലും ബബ്ബയിലെ ഷൂട്ടിംഗ് ആണ് ഇത് എന്ന് വരെ പറഞ്ഞിട്ടുള്ള റിലീസുകളും കാര്യങ്ങളും ഒക്കെ ഹൈപ്പൊക്കെ അതൊക്കെ വൈറലായിരുന്നു. അപ്പോൾ 18-ാം തീയതി ഡിസംബർ 18-നാണ് ബബ്ബ റിലീസ് ചെയ്യുന്നത്. ബബ്ബയിലും മോഹൻലാലുണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടായതിനു ശേഷമാണ് ബബ്ബയ്ക്കുള്ള ഹൈപ്പ് കുറച്ചുകൂടെ കൂടിയത്. എന്നിട്ട് ജനപ്രിയ നായകന്റെ ബർത്ത്ഡേക്ക് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ, ലാസ്റ്റ് ആ വോയിസ് വിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഖലീഫയിലായാലും ശരി ബബ്ബയിലായാലും ശരി ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ആ സിനിമയെ ലാലേട്ടനെ വെച്ചാണ്. ഇപ്പോൾ ഖലീഫയുടെ ഹൈപ്പ് ഒറ്റ അടിക്ക് അങ്ങ് പൊങ്ങി കയറിയിട്ടുണ്ട്. കാരണം മമ്പറക്കൽ അഹമ്മദ് അലി ആയിട്ട് ആ ഒരു ബോൾഡ് ക്യാരക്ടർ, ആ ഒരു പവർഫുൾ ക്യാരക്ടറായിട്ട് ചെയ്യാൻ വരുന്നത് ലാലേട്ടനാണ്. ബിഫോർ ഗോൾഡ് ദെയർ വാസ് ബ്ലഡ്. ഫസ്റ്റ് പാർട്ട് ഇൻട്രോ ആയിരിക്കും, സെക്കൻഡ് പാർട്ട് അതിൻ്റെ കാര്യങ്ങളൊരു എങ്ങനെയായിരിക്കും ഇങ്ങനെ വന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഖലീഫ 2 പാർട്ടിലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവരിപ്പം എല്ലാം ലാലേട്ടനെ വെച്ച് കളിക്കുകയാണ് ഗൈസ്. ലാലേട്ടനെ എങ്ങനെയെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു റോൾ കൊടുക്കുക, അപ്പോൾ ലാലേട്ടന്റെ ഫാൻസാർ പോയി സിനിമ കാണും. ലാലേട്ടനെ ഉള്ളതുകൊണ്ട് ആ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് കിട്ടും. ലാലേട്ടൻ ഉള്ളതുകൊണ്ട് ആ ഒരു തിയേറ്റർ റഷ് കിട്ടും. ലാലേട്ടൻ ഉള്ളതുകൊണ്ട് ആ ഒരു മൂവി പോസിറ്റീവ് കിട്ടും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ലാലേട്ടൻ ഉള്ളതുകൊണ്ട് മൂവി പോസിറ്റീവേ കിട്ടും എന്നല്ല, ലാലേട്ടനെ വച്ച് പോസിറ്റീവ് ആക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. ആണോ, ഇത് തന്നെയാണ് ഇപ്പൊ ഖലീഫയിൽ നടക്കുന്നത്. ബബ്ബയിൽ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ലാലേട്ടനെ വെച്ച് എങ്ങനെയെങ്കിലും ഹൈപ്പ് കയറ്റുക, ലാലേട്ടന്റെ പേര് പറഞ്ഞ് പടത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ലാലേട്ടന്റെ പേര് പറഞ്ഞ് പടത്തിനെ എങ്ങനെയെങ്കിലും പ്രോഫിറ്റബിൾ ആക്കുക. ബിസിനസ്, അവന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എല്ലാം ലാലേട്ടനെ വെച്ച് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവർ പറയുന്നതാണ്. ഇപ്പം ഖലീഫ അലി ഇത് ആ റോള് ചെയ്യാൻ ലാലേട്ടൻ മാത്രമേ ഇന്ന് ഇന്ത്യൻ സിനിമയിലുള്ള, വേറെ എത്ര നടന്മാരുണ്ട്? ഇപ്പൊ ഞാൻ മമ്മൂക്കയല്ല പറയുന്നത്, വേറെ എത്ര നടന്മാരുണ്ട്? പുറത്തുനിന്ന് ഒരു നടനെടുത്ത് മമ്പറക്കലയിൽ ഇട്ടാലും എല്ലാവരും കൺവിൻസിങ് ഒക്കെ ആവും, അതൊന്നും പ്രശ്നം. പക്ഷെ ലാലേട്ടനെ ഇട്ടാൽ കുറച്ചുകൂടെ എല്ലാവർക്കും ഒരു എനർജറ്റിക് ആവും, കുറച്ചുകൂടെ പടം കൊളുത്തും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവൻ എല്ലാവരും ഇപ്പം
എന്താ പറയുക, ഒരു ലാലേട്ടനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മലയാള ഇൻഡസ്ട്രി എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ലാലേട്ടനെ എന്തെങ്കിലും അടിച്ചു കയറ്റിയ, ലാലേട്ടൻ്റെ ഒരു പടത്തിൻ്റെ റോള് കയറ്റിയ, ലാലേട്ടൻ്റെ ഒരു പാട്ട് കയറ്റിയ, ലാലേട്ടൻ്റെ ഒരു ഡാൻസ് കയറ്റിയ, ഫുൾ ലാലേട്ടൻ 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 ലാലേട്ടൻ. മോഹൻലാലിനെ സിനിമയിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക, പടത്തിനെ ഹൈപ്പ് കയറ്റുക, പടത്തിനെ ഹിറ്റാക്കുക, എങ്ങനെയെങ്കിലും കടപിടിച്ച് ഏതെങ്കിലും രീതിയിൽ പടത്തിനെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാകുമ്പം ലാലേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞ് ക്രിട്ടിക്സ് പറയുന്നവരും കാര്യങ്ങളെല്ലാവരും പെട്ടെന്ന് അന്ന് തന്നെ എല്ലാവരും അറിയും കാര്യങ്ങൾ എന്താണ്, സിനിമ എന്താണ്. അപ്പോൾ ആ സിനിമയ്ക്ക് റഷ് കൂടും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ ഇതാണ് കേസ്. ദിലീപിൻ്റെ ബബ്ബ ആയാലും പൃഥ്വിരാജിൻ്റെ ഖലീഫ ആയാലും എല്ലാം കണക്കാണ്. ലാലേട്ടനെ വെച്ച് പബ്ലിസിറ്റി സ്റ്റണ്ട് ചെയ്യുക, പ്രൊമോഷൻ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ബാക്കി നിങ്ങൾ പറയും, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് ഖലീഫ ഒരു നല്ലൊരു ഗ്രേറ്റ് വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. നല്ല ലണ്ടൻ ബേസ്ഡും കാര്യങ്ങളും കുറേയൊക്കെ ഉണ്ടാവും. പിന്നെ ഇൻറ്റൻസ് ഫൈറ്റുകൾ, ഗോൾഡ് സ്മഗ്ലിംഗ് ആയിരിക്കും കൂടുതൽ. പിന്നെ ഡയലോഗ് ഡെലിവറീസൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും മമ്പറക്കൽ അഹമ്മദ് അലി പൊള്ളി ക്യാരക്ടർ തന്നെ ആയിരിക്കും, ആമർ അലിയും പൊള്ളി ക്യാരക്ടർ തന്നെ ആയിരിക്കും. ഇനി സിനിമ എങ്ങനെ വരും, ഏതൊക്കെ രീതിയിൽ പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇതല്ലാതെ ബബ്ബയുണ്ട്, ബബ്ബ എങ്ങനെ കണ്ട് തീരുമെന്ന് അറിയണം. സ്പെഷ്യൽ അപ്പിയറൻസ് ഇനി ക്ലൈമാക്സിലാണോ ലാലേട്ടൻ ബബ്ബയിൽ വരുന്നത്, അതോ ഇന്റർവെല്ലിലാണോ എന്ന് കണ്ടറിയാം. ഇനി പിന്നെ ലാലേട്ടൻ്റെ ഒരു പ്രത്യേക കരിഷ്മ എന്ന് പറയുന്നത് ചെറിയ റോളിൽ വന്നാലും കുറച്ച് സമയങ്ങളിൽ വന്നാലും ആ പടത്തോടെ തൂക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഖലീഫയിൽ പൃഥ്വിരാജ് എന്തൊക്കെ ഇട്ട് അട്ടിമറിച്ചാലും ലാലേട്ട 5 മിനിറ്റിൽ വന്നിട്ട് തീർത്തോടും. ദിലീപേട്ടൻ ബബ്ബയിൽ എന്തൊക്കെ ഇട്ട് അട്ടിമറിച്ചാലും ലാലേട്ട 5 മിനിറ്റ് സ്പെഷ്യൽ അപ്പിയറൻസിൽ നിന്ന് അതും എടുത്തുകൊണ്ട് പോകും. അതിൽ വേറെ സംശയമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എങ്ങനെയാണ് ഗൈസ്, ഇപ്പം മലയാള ഇൻഡസ്ട്രിയും ലാലേട്ടനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. എല്ലാവരും ലാലേട്ടനെ കുത്തി നിറയ്ക്കുക, ലാലേട്ടനെ വെച്ച് എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യുക, പടത്തെ വിജയിപ്പിക്കുക. ഇതാണ് ഗൈസ് ഇപ്പം നടക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്ക്.